In this session, we are studying about pancreas. Okay, pancreas, that is the second largest gland present in the human body. Human body le endocrine gland le second largest gland pancreas ആണ് കേട്ടോ. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാ? തൈറോയിഡ് ഗ്ലാൻഡ് അല്ലേ? അതിലേക്ക് കുറച്ചും കൂടി ചെറുതാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. സോ പാൻക്രിയാസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോമ്പോസിറ്റ് ഗ്ലാൻഡ് ഓർ ഹെട്രോക്രൈൻ ഗ്ലാൻഡ്. അതിന് ഹെട്രോക്രൈൻ ഗ്ലാൻഡ് എന്നും കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്നും പറയാം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷോ ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഫംഗ്ഷൻ. അതിനകത്ത് കുറേ സ്പെഷ്യൽ സെൽസ് എക്സോക്രൈൻ ഫംഗ്ഷൻ ചെയ്യാനും കുറേ സെൽസ് എൻഡോക്രൈൻ ഫംഗ്ഷൻ ചെയ്യാനും ഉണ്ട്. എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹോർമോണിന്റെ സെക്രീഷനും എക്സോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന enzymes in the secretion ആണ് കേട്ടോ. So here we can see the endocrine cells which is present in the pancreas, that is islets of Langerhans. Islets of Langerhans that will secrete hormones. ഏകദേശം 1 to 2 million islets of Langerhans ഉണ്ട്. അത് ഏകദേശം 1 to 2% of the pancreatic tissue ആണ്. പാൻക്രിയാറ്റിക് ടിഷ്യൂവിൻ്റെ 1 മുതൽ 2% വരെയാണ് ഈ 1 to 2 million islets of Langerhans എന്ന് പറയുന്നത്. അതല്ലാതെ ഒരുപാട് സെൽസ് ഉണ്ട് that can act as exocrine function. So here endocrine cells which is present in pancreas, that is islets of Langerhans. അതേപോലെ തന്നെ exocrine cells ഉണ്ട്, അത് acini എന്ന് പറയും. The cells acini which will perform the function of exocrine gland or it will secrete the enzymes. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ islets of Langerhansൽ ഡക്റ്റ് ഇല്ല, അതിൻ്റെ സെക്രീഷന് വേണ്ടിയിട്ട് ഡക്റ്റ് ഇല്ല എങ്കിൽ അസിനൈക്ക് ഡക്റ്റ് ഫുൾ ഗ്ലാൻഡ് ആണ്. അവർക്ക് ഡക്റ്റ് ഉള്ള ഗ്ലാൻഡ്സ് ആണ് അല്ലെങ്കിൽ ഗ്ലാൻഡുലാർ സെൽസ് ആണ് അസിനയിൽ കാണുന്നത് കേട്ടോ. സോ ഹിയർ islets of Langerhans that will do the endocrine function will produce hormone. Exocrine function will be done by acini that will be having duct and it produces enzyme. ഇനി നമുക്ക് നോക്കാം islets of Langerhansലെ മേജർ ആയിട്ട് കാണുന്ന 2 തരത്തിലുള്ള സെൽസ് ആണ്. One is alpha cell and another one is beta cells. Okay, so majorly 2 different types of cells are present in the islets of Langerhans, that is called as alpha cells and beta cells. ഇനി അതല്ലാതെ സെൽസ് ഉണ്ട്, that is gamma cells, delta cells, theta cells, അങ്ങനെ കുറേ സെൽസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇവിടെ NCERT ബേസിൽ 2 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, that is alpha cell secretion and beta cell secretion. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഗാമ, ഡെൽറ്റ, തീറ്റ ഇത് ഏതൊക്കെ എൻസൈംസ് ഏതൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. Before that we will see the functions of this secretions of these alpha and beta cells and its function and its its deficiency, which kind of diseases it lead to. So here alpha cells it secrete a hormone called as glucagon. Alpha cells secrete ചെയ്യുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ദാറ്റ് ഈസ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ്. ഗ്ലൂക്കഗോൺ ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. അതായത് നമ്മുടെ ബ്ലഡിന്റെ ഉള്ളിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ ഈസ് എ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ that will perform glycogenolysis. Glycogenolysis എന്ന് പറയുന്നത് എന്താണ്? ഗ്ലൈക്കോജൻ ലിവറിലും മസിൽസിലും അതുപോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലൈക്കോജനെ ലൈസിസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ റിമൂവ് ചെയ്യുക. എങ്ങോട്ടേക്ക്? ടു ദ ബ്ലഡ്. ഓക്കെ, ആ ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്യുക? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുക. അതേപോലെ തന്നെ അതിന്റെ വേറൊരു ഫംഗ്ഷൻ ആണ് ഗ്ലൂക്കോനിയോജെനസിസ്. Gluconeogenesis എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ഫോർമേഷൻ ഇറ്റ് occurs ഫ്രം ഫാറ്റ് ആൻഡ് അമിനോ ആസിഡ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? So gluconeogenesis and glycogenolysis, with that glucose content in the blood will be increased by glucagon, so it is called as hyperglycemic. അതുപോലെ cellular intake of glucose will be reduced by this. cellular intake കുറയ്ക്കുക. cellular intake എന്ന് പറയുന്നത് എന്താ? ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതൊക്കെയാണ് cellular intake എന്ന് പറയുന്നത്. അതൊക്കെ കുറച്ചിട്ട് അതിനൊക്കെ ലിബറേറ്റ് ചെയ്ത് നമ്മുടെ ബോഡി ഗ്ലൂക്കോസ് ലെവല് ബ്ലഡിൽ കുറവുള്ള സമയത്ത്, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആയി, അപ്പോൾ നമ്മുടെ ബ്ലഡിനകത്ത് ഇനഫ് ഗ്ലൂക്കോസ് സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഗ്ലൈക്കോജനെ ലൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ ലിബറേറ്റ് ചെയ്യും. അതുപോലെ അമിനോ ആസിഡിൽ നിന്നും ഫാറ്റിൽ നിന്നും ഒക്കെ
ഗ്ലൂക്കോസിനെ സിന്തസൈസ് ചെയ്യുകയും ചെയ്യും ഗ്ലൂക്കോണിയോജനസിസ് വഴി. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ. ഇനി നമുക്ക് നെക്സ്റ്റ് ഹോർമോൺ നോക്കാം, ദാറ്റ് ഈസ് ഇൻസുലിൻ. ഇൻസുലിൻ ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ. ഈ ഗ്ലൂക്കഗോണും ഇൻസുലിനും രണ്ടും പെപ്റ്റൈഡ് ഹോർമോൺ ആണ് കേട്ടോ. ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ ബോത്ത് ആർ പെപ്റ്റൈഡ് ഹോർമോൺ. ഇനി ഇൻസുലിൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. എന്ന് പറഞ്ഞാൽ ഇഫ് എക്സസ് ഓഫ് ഗ്ലൂക്കോസ് പ്രസന്റ് ഇൻ ദ ബ്ലഡിനകത്ത് എക്സസ് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ that glucose it will be stored inside the liver cell and it is stored inside the adipose tissue. Adipose tissue liver cell ഒക്കെ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? ഇൻസുലിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താവും? ബ്ലഡിന്റെ ഉള്ളിലുള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ കുറഞ്ഞു വരും അല്ലേ, ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഹൈപ്പോഗ്ലൈസീമിക് എന്ന് പറയും. ഇനി ഈ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ ബോഡിയിൽ ബ്ലഡിന്റെ ഉള്ളിൽ ചുമ്മാ അങ്ങനെ ഗ്ലൂക്കോസ് വാൻഡർ ചെയ്ത് നടന്നാൽ, ചുമ്മാ അതങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നാൽ, വെൻ ദിസ് ബ്ലഡ് ഇറ്റ് വിൽ ഗോ ഫോർ ഫിൽട്രേഷൻ ഇൻ കിഡ്നിയിൽ അത് ഫിൽട്രേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് എക്സസ് ഗ്ലൂക്കോസ് യൂറിനിൽ കൂടെ എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ എന്തായി? നമ്മൾ കഴിച്ച ഫുഡിൻ്റെ അകത്തുനിന്ന് അബ്സോർബ് ചെയ്ത ഗ്ലൂക്കോസ് ഒക്കെ വെറുതെ ആയി പോകും, അത് വേസ്റ്റ് ആയി പോകും അല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എനർജി റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഗ്ലൂക്കോസ് ഇങ്ങനെ യൂറിനിൽ കൂടെ പോകുന്നതുകൊണ്ട് അവർക്ക് റിപ്പയർ വർക്കൊക്കെ വളരെ പതുക്കെ നടക്കുള്ളൂ. നമ്മൾ പറയും ഡയബറ്റിക് പേഷ്യൻസിന് മുറിവൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്ക് ഇൻഫെക്ഷനൊക്കെ എളുപ്പം പിടിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ ഇൻഫെക്ഷൻ റിപ്പയർ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എനർജി എക്സ്പെൻസ് പ്രോസസ്സാണ്. അത്രയും എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ അത്രയും ഗ്ലൂക്കോസ് ന്യൂട്രിയൻസ് വേണ്ടി വരും. ന്യൂട്രിയൻസ് ചുമ്മാ കഴിക്കുന്നത് മുഴുവൻ എലിമിനേറ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ വർക്കിനുള്ള എനർജി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദിസ് ഈസ് ഇൻസുലിൻ ഇറ്റ് വിൽ സ്റ്റോർ ഗ്ലൂക്കോസ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫ്യൂച്ചർ when glucose availability is not there and when excess amount of ATP is required in our body. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്ന് പറയാം. സോ ഹിയർ ഇൻസുലിൻ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇൻടേക്ക് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു ദ സെൽ. ഗ്ലൂക്കോസിന്റെ ഇൻടേക്കിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. സോ ഹിയർ വി ക്യാൻ സേ ദീസ് ടു ഹോർമോൺ ഇറ്റ് ഈസ് ആക്ടിങ് ആന്റഗോണിസ്റ്റിക്കലി അല്ലെ, രണ്ടും നേരെ എതിരായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇത് ഗ്ലൂക്കോസ് കുറയുമ്പോൾ ഗ്ലൂക്കോസിനെ ബ്ലഡിലേക്ക് ലിബറേറ്റ് ചെയ്യുന്നതും ഇത് ഗ്ലൂക്കോസ് കൂടുമ്പോൾ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒന്ന് ഹൈപ്പർഗ്ലൈസീമിക്കും ഒന്ന് ഹൈപ്പോഗ്ലൈസീമിക്കും ആണ്. ഇവർ രണ്ടും കൂടിയാണ് നമ്മുടെ ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവല് നോർമൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അറൌണ്ട് 80 to 120 milligram per 100 ml. ഓക്കെ, 80 to 120 milligram per ml ആണ് നമ്മുടെ ബ്ലഡിന്റെ നോർമൽ ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും കൂടിയിട്ടാണ്. ഇനി ഈ ഗ്ലൂക്കോസിനെ വേണ്ട മാതിരി ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യാൻ ഇൻസുലിനെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ എന്താവും? നമ്മുടെ യൂറിനിൽ കൂടെ ഷുഗർ എലിമിനേറ്റ് ചെയ്തു പോകും അല്ലെ. ആ ഡിസീസിന് പറയുന്ന പേരാണ് ഡയബറ്റിസ് മെലിറ്റസ്. നമ്മൾ ഇതിനു മുമ്പ് ഡയബറ്റീസ് ചേർത്ത് വേറൊരു ടേം പറഞ്ഞായിരുന്നു, ആന്റി ഡൈയൂറേറ്റീവ് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡൈയൂറസിസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞ അല്ലേ. അതായത് എക്സസ് വാട്ടർ റിമൂവൽ ത്രൂ യൂറിൻ, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അത് ADHന്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരുന്നു. ഹിയർ ഐ എം സെയിങ് ദിസ് what to say insulin deficiency it lead to diabetes mellitus. Diabetes mellitus എന്ന് പറഞ്ഞാൽ the glucose which is present in the blood it will be eliminated through urine. യൂറിനിൽ കൂടെ ഷുഗർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഡയബറ്റിസ് മെലിറ്റസ് നമുക്ക് രണ്ട് തരത്തിലുണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. ടൈപ്പ് 1 ഇറ്റ് ഈസ് ജുവനൈൽ ഡയബറ്റീസ് എന്നും പറയും ടൈപ്പ് 2-ന്. കാരണം 40 വയസ്സിന് താഴെയുള്ള ആളുകളിലാണ് സാധാരണ ടൈപ്പ് 1 ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഉണ്ടാവുക. അത് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് ആണ്. അതെന്താണ്? ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് ആണ്. അതേപോലെ ടൈപ്പ് 2 ഡയബറ്റീസ് ദാറ്റ് ഈസ് സീൻ ഇൻ ഏജ്ഡ് പീപ്പിൾ മോർ ദാൻ 40 ഇയേഴ്സ് ഉള്ള ആളുകളിലാണ് സാധാരണ അത് കാണുന്നത്. അത് ഇൻസുലിൻ ഇൻഡിപെൻഡന്റ് ആണ്. ഇനി എന്താണ് ഈ ടൈപ്പ് 1 ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്? 40 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് ഈ ബീറ്റ സെൽസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് ഇൻസുലിൻ പ്രോപ്പർലി ഓർ ഈ ബീറ്റ സെൽസ് ഇഫ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ഡീജനറേഷൻ കണ്ടിന്യൂസ്ലി ദർ വിൽ നോട്ട് ബി പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ. അപ്പൊ ആ ഇൻസുലിന്റെ ഡെഫിഷ്യൻസി കൊണ്ട്
ഡയബറ്റീസ് ഉണ്ടാവുകയാണ് ചെയ്യുക അവരുടെ ബോഡിയിൽ. ദാറ്റ് ഈസ് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്. ഇതിന് ജുവനൈൽ സ്റ്റേജിൽ അല്ലെങ്കിൽ 40 വയസ്സിൽ താഴെയുള്ള ആളുകളിലാണ് കാണാറുള്ളത്. പക്ഷെ ഇവിടെ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ it is insulin resistant after 40 years. ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും അവരുടെ ബോഡിയിൽ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഡയബറ്റീസ് ഒരു പക്ഷേ ഈ ഗ്ലൂക്കോസിനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കാം. അതായത് ഗ്ലൂക്കോസിനെ ഉള്ളിലേക്ക് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു കൺവേർട്ട് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. ഓക്കെ, so that is non-insulin dependent diabetes or type 2 diabetes. Okay, now ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് അഡീഷണൽ ഹോർമോൺസിനെ പറ്റി പറയാനുണ്ട്. ദാറ്റ് ഈസ് ദ ഗ്യാസ്ട്രിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ ആൻഡ് പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ നോക്കാം. ഗ്യാസ്ട്രിൻ ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ഗാമ സെൽസ്. ഗ്യാസ്ട്രിൻ സെക്രീറ്റ് ചെയ്യുന്ന ആരാണ്? ഗാമ സെൽ. നമ്മൾ പറഞ്ഞ ആൽഫ ബീറ്റ സെല്ല് കൂടാതെ വേറെ കുറച്ച് സെൽസും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ഗാമ സെൽസ്, then delta cells and theta cells. Okay, so here we can say this gamma cells it secrete gastrin, delta cells it secrete somatostatin, and we can say pancreatic polypeptide is secreted by other type of cells. Okay, just ingane simple kodutittunnu maatrallu. So here gastrin it will do the same function as the gastric gastrin. അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിൻ ഉണ്ട്. ആ ഗ്യാസ്ട്രിൻ എന്താ ചെയ്യുന്നത്? ഗ്യാസ്ട്രിക് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലേ. അതായത് പെപ്സിനോജനെയും ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും മ്യൂക്കസിനെയും ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് ഗ്യാസ്ട്രിൻ്റെ ഫംഗ്ഷൻ. അതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ ഗ്യാസ്ട്രിൻ ചെയ്യുന്നത്. ഇനി സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഫ സെൽസിനെയും ബീറ്റ സെൽസിനെയും ആവശ്യമില്ലാത്ത സമയത്ത് സപ്രസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് സൊമാറ്റോസ്റ്റാറ്റിൻ്റെ ഫംഗ്ഷൻ കേട്ടോ. സൊമാറ്റോസ്റ്റാറ്റിൻ ഇറ്റ് വിൽ സപ്രസ് ദ ആക്ടിവിറ്റി ഓഫ് ആൽഫ ആൻഡ് ബീറ്റ സെൽസ് വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ പാൻക്രിയാസ്. പാൻക്രിയാസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും പ്രൊഡക്ഷൻ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തും. അതുപോലെ പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡും ഒരു ഇൻഹിബിറ്ററാണ്. പാൻക്രിയാറ്റിക് എക്സോക്രൈൻ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാൻക്രിയാറ്റിക് പോളിപെപ്റ്റൈഡ് എന്ന് പറയുന്നത് കേട്ടോ. Now this is all about the pancreas heterocrine or composite gland. This is the second largest gland. അതേപോലെ പാൻക്രിയാസ് ഏത് ഇതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നതാണ്? ഏത് ജെർം ലെയറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നതാണ് പാൻക്രിയാസ്? It is originated from the endodermal layer. Okay, pancreas it is endodermal in origin. It is endodermal in origin. Okay, so this is all about pancreas. Now we have to see the next gland, that is the testis, that we will see in the next session.